ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലോ ഓഫ് ഡിമാൻഡ്. അവിടെ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് ലോ ഓഫ് ഡിമാൻഡ്, അതോട് ഓർത്തിരിക്കണം. അതിൻ്റെ അകത്തിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഓർ എ റൈസ് ഓർ ഫോൾ ഇൻ പ്രൈസ് ലീഡ്സ് റൈസ് ഓർ ഫോൾ ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്തു, അപ്പോൾ ക്വാണ്ടിറ്റിയും ചേഞ്ച് ചെയ്തു. ഒന്നുകിൽ കൂടി അല്ലേ കുറഞ്ഞു എന്നേ പറഞ്ഞുള്ളൂ. ഒരു കറക്റ്റ് മെഷർമെൻ്റ് അവിടെ പറഞ്ഞില്ല. വെൻ അതർ തിങ്സ് റിമൈനിങ് ദ സെയിം, ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് ആൻഡ് വൈസ് വേഴ്സ. നേരെ മറിച്ചും സംഭവിക്കും. ഇതാണ് നമ്മൾ ലോ ഓഫ് ഡിമാൻഡിൻ്റെ അകത്ത് പറഞ്ഞത്. എന്നാൽ ഇലാസ്റ്റിസിറ്റി അതിനേക്കാൾ കുറേ കൂടെ ഗംഭീരമാണ്, വളരെ റിലവൻ്റാണ്, എല്ലാവർക്കും എപ്പോഴും യൂസ് ചെയ്യാവുന്ന സാധനമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. കാരണം ഇത് പ്ലസ് 2 ചോദിക്കും, ഡിഗ്രി ലെവലിൽ ചോദിക്കും. ഡിഗ്രി എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ഡിഗ്രിക്കാർക്കും, ഒപ്പം തന്നെ PG MA കാർക്കും ചോദിക്കും. MA എക്കണോമിക്സിലും ചോദിച്ചിട്ടുണ്ട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഓർത്തിരുന്നോണം എല്ലാ ക്ലാസ്സിനും. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഒറ്റ വാക്കി പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അത്രയേ ഉള്ളൂ. അതായത് ഏതെങ്കിലും ഒരു സാധനം, ഒരു പർട്ടിക്കുലർ കമോഡിറ്റി, ആ കമോഡിറ്റിയുടെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടായപ്പോൾ അതിനാനുപാതികമായിട്ട് എത്ര റെസ്പോൺസ് ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായി. അതായത് പ്രൈസിലെ വേരിയേഷൻ അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ പ്രതികരണം, ദാറ്റ് ഈസ് റെസ്പോൺസീവ്നെസ് ഓർ സെൻസിറ്റീവ്നെസ് എന്നൊക്കെ പറയാം. അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് ദ റെസ്പോൺസീവ്നെസ് ഓർ സെൻസിറ്റീവ്നെസ്. അതായത് ഈ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സെൻസേഷണൽ ഫീൽഡാണ്. പ്രൈസിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഫീൽഡാണ് പ്രൈസിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത്, ക്വാണ്ടിറ്റിയുമായിട്ട് റിലേഷൻ. കാരണം ഓപ്പോസിറ്റ് റിലേഷൻ ആണല്ലോ പ്രൈസും ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു സെൻസിറ്റീവ്നെസ്, അതുമല്ലെങ്കിൽ ഒരു പ്രതികരണം, ഒരു റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അപ്പോൾ ഒരു കമോഡിറ്റിയുടെ, ഒരു പർട്ടിക്കുലർ കമോഡിറ്റി ഏതുമായിക്കോട്ടെ, അതിൻ്റെ പ്രൈസിലെ ചേഞ്ച് ഉണ്ടായപ്പോൾ അതിന് ആനുപാതികമായിട്ട് ഈ ക്വാണ്ടിറ്റി ഡിമാൻഡ് എങ്ങനെ പ്രതികരിച്ചു, ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായ പ്രതികരണം. മനസ്സിലായില്ലേ? ആ പ്രതികരണത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. മനസ്സിലായല്ലോ വ്യക്തമായിട്ട്? അപ്പോൾ ഇറ്റ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓർ സെൻസിറ്റീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, വളരെ സ്ലോയിലാണ്, വ്യക്തമായ ഇംഗ്ലീഷിലാണ് ഞാൻ പറയുന്നത്. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതെൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും. അപ്പോൾ അങ്ങനെ സെൻസിറ്റീവ്നെസ് അല്ലെങ്കിൽ റെസ്പോൺസീവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് എന്ന് പറയാം. അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ്. അല്ലെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ഡിഗ്രി ചേഞ്ച് ഇൻ പ്രൈസ്. ഏതെങ്കിലും ഒരു കമോഡിറ്റിയുടെ പ്രൈസിലുണ്ടായ ഡിഗ്രി ചേഞ്ച് എത്ര ശതമാനം. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് ഒരു കമോഡിറ്റി, ഇപ്പോൾ ആപ്പിളാകാം, ഏത്തപ്പഴമാകാം, ഗ്രേപ്സ് ആകാം, ഓറഞ്ച് ആകാം, എന്തും ആയിക്കോട്ടെ. എനിക്കിഷ്ടം ആപ്പിളാണ്, അതുകൊണ്ട് ഞാൻ ആപ്പിൾ എടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ആപ്പിളിന് 1 kg ആപ്പിളിൻ്റെ വിലയെന്ന് പറയുന്ന മാർക്കറ്റ് 100 റുപ്പീസാണെന്ന് വിചാരിക്കുക. 100 റുപ്പീസ്. ഈ 100 റുപ്പീസ് ആയിരുന്ന സമയത്ത് അത് വാങ്ങിച്ചത് 50 കൺസ്യൂമേഴ്സാണ്. അപ്പോൾ 1 kg ആപ്പിളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 100 റുപ്പീസ്. അതിൻ്റെ പർച്ചേസിങ് എപ്പോൾ നടന്ന് 50 പേര്, സാധാരണ 50 പേര് അത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ റൈസ് ഇൻ പ്രൈസ് ഓഫ് ആപ്പിൾ ദാറ്റ് ഈസ് 150 ആയിട്ട് കൂടി. അതായത് 100ന് പകരം 180 പ്രൈസ്. അപ്പോൾ വാങ്ങിച്ച കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 30 ആയിട്ട് അങ്ങ് കുറഞ്ഞു. കണ്ടോ? അപ്പോൾ പ്രൈസ് എത്ര കൂടി? 100ൽ നിന്ന് 50 കൂടെ കൂടി. അതായത് 100 + 50 150 ആയി.
150 രൂപയായി. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കണ്ടോ, 50ൽ നിന്ന് 30 ആയിട്ട് ഡിക്ലൈൻ ചെയ്തു. അപ്പോൾ പ്രൈസ് റൈസ് ചെയ്തപ്പോൾ പ്രൈസ് എത്ര കൂടി? 50 രൂപ കൂടി. അപ്പോൾ നഷ്ടം എത്ര പറ്റി? കൺസ്യൂമേഴ്സ് എത്ര കുറഞ്ഞു? 20 പേര് കുറഞ്ഞു. 50ൽ നിന്ന് ഇപ്പം 30 പേരെ വാങ്ങിക്കുന്നുള്ളൂ. കണ്ടോ? അപ്പോൾ പ്രൈസിൽ 50 രൂപ, എടുത്തു പറയാണ്, പ്രൈസ് 50 രൂപ കൂടി. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം അല്ലെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 50ൽ നിന്ന് 30ലോട്ട് കുറഞ്ഞു. എടുത്തു പറയാം, ഈ എടുത്തു പറച്ചിൽ ലോ ഓഫ് ഡിമാൻഡിലില്ലായിരുന്നു, ഓർമ്മയുണ്ടല്ലോ. ലോ ഓഫ് ഡിമാൻഡിൽ റൈസ് ഓർ ഫോൾ ഇൻ പ്രൈസ് ലീഡ്സ് റൈസ് ഓർ ഫോൾ ഇൻ ക്വാണ്ടിറ്റി, അത്രേ പറഞ്ഞുള്ളൂ. ഇവിടെ അതല്ല നമ്മൾ പറഞ്ഞേ, അതായത് പ്രൈസിലെ ചേഞ്ച് പറയുന്നു. അപ്പോൾ അതിന് ആനുപാതികമായിട്ട് ക്വാണ്ടിറ്റിയിൽ അല്ലേ റെസ്പോൺസ് കണ്ടോ, പെട്ടെന്ന് റെസ്പോൺസ് 100 രൂപ കൂടിയപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിൻ്റെ റെസ്പോൺസ് കണ്ടോ, 20 പേര് റെഡ്യൂസ് ചെയ്തു, അവരുടെ പർച്ചേസിങ് അവിടെ കുറഞ്ഞു. തിരിച്ചും സംഭവിക്കാം, വേണമെങ്കിൽ ഇപ്പോൾ 100 എന്നുള്ളത് ഇപ്പോൾ പ്രൈസ് കുറയുക, അതായത് 70 റുപ്പീസായിട്ട് കുറഞ്ഞു, എ ഫോൾ ഇൻ പ്രൈസ് ലെവൽ. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ, 80 കൺസ്യൂമേഴ്സ് കണ്ട, 80 കൺസ്യൂമേഴ്സ് പ്രൈസ് കുറഞ്ഞു. പ്രൈസ് കുറഞ്ഞപ്പോൾ 100ൽ നിന്ന് 70 രൂപയായിട്ട് പ്രൈസ് കുറഞ്ഞു. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം കണ്ടോ, 50ൽ നിന്ന് 80 ആയിട്ട് കൂടി. അപ്പോൾ ഇവിടെ 30 റുപ്പീസിൻ്റെ ഫോള് വന്നു, പ്രൈസ് ഫോൾ ആസ് 30 റുപ്പീസ്. പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ് ഫ്രം 50 to 80, അത്രയും പേര് കൂടി. കണ്ടോ? അപ്പോൾ പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി കൂടി, അല്ലെങ്കിൽ പ്രൈസ് കൂടിയപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു. അത് വ്യക്തമായിട്ട് കാണിക്കുകയാണ്. അതാണ് ഡിഗ്രി ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ഡിഗ്രി ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. അതാണ് എന്തെന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയും. ഈ ഇലാസ്റ്റിസിറ്റി വേണമെങ്കിൽ ഇറ്റ് ഈസ് ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് മാർക്കറ്റ്സ് റിലേറ്റഡ് ടു ടൈം പീരീഡ് അനുസരിച്ച് ഓരോ മാർക്കറ്റിലും ഇലാസ്റ്റിസിറ്റി ഡിഫറൻ്റ് ആണ്. വേണമെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം. ദാ ഒരു പടം, OX OY, ഇവിടെ നമ്മൾ പ്രൈസ് കൊടുത്തു, ഇവിടെ ക്വാണ്ടിറ്റിയും കൊടുത്തു. സപ്പോസ് 2 മാർക്കറ്റ് സിറ്റുവേഷൻ ഞാൻ പറയാം, എന്തെങ്കിലേ ചേഞ്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ. 2 മാർക്കറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ അതാണ്ട് ഒരു മാർക്കറ്റ്, ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, മറ്റൊരു മാർക്കറ്റ് ദാ B എന്ന് പറയുന്ന മറ്റൊരു മാർക്കറ്റ്, A B. ഇവിടെ സപ്പോസ് പ്രൈസ് ദാ P എന്ന് പറയുക, P. അപ്പോൾ P പ്രൈസിൽ മാർക്കറ്റ് എയിലെ ഡിമാൻഡ് എന്ന് പറയുന്നത് M ആണ്. കണ്ട, at OP price the demand or quantity demanded in market A is OM units. അതുപോലെ തന്നെ അറ്റ് ദ സെയിം പ്രൈസ്, അതേ പ്രൈസിൽ തന്നെ B മാർക്കറ്റിലോട്ട് വന്നാട്ട്, അപ്പോൾ എന്താ സംഭവിച്ചത്, B മാർക്കറ്റിലോട്ട് വന്നപ്പോൾ ദാ M1 ആയിട്ട് കൂടി. കണ്ടോ? അപ്പോൾ അറ്റ് ദ സെയിം പ്രൈസ് OP പ്രൈസ് മാർക്കറ്റ് B ദ ടോട്ടൽ ഡിമാൻഡ് ഈസ് എത്രയാണ്, M1, എമ്മിനേക്കാൾ കൂടുതലല്ലേ. അതാണ് ഇലാസ്റ്റിസിറ്റി. അതായത് OM മാത്രമേ മാർക്കറ്റ് എയിൽ കിട്ടിയുള്ളൂ, എന്നാൽ അതേ സെയിം പ്രൈസിന് തന്നെ OM മുതൽ OM1 വരെ അത്രയും കൂടെ, അതായത് M1 എന്ന് പറയുന്ന ഒരു അഡീഷണൽ ക്വാണ്ടിറ്റിയുടെ അവിടെ കിട്ടി. ഇനി സപ്പോസ് എ ഫോൾ ഇൻ പ്രൈസ് കുറയുന്നു, നമ്മൾ പ്രൈസ് കുറയുന്നതാണ് പറയേണ്ടത്. പ്രൈസ് കുറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്, ദാണ്ട് ക്വാണ്ടിറ്റി ഇൻക്രീസ്ഡ് ഇൻ ദ മാർക്കറ്റ് എ, ദാറ്റ് ഈസ് M2 എന്ന് കൂട്ടി. അല്ലെ, തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ മാർക്കറ്റ് എയിൽ M എന്നും ഇവിടെ മാർക്കറ്റ് ബിയിൽ N എന്നും കൊടുക്കുക. അപ്പം അക്ഷരങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാതെ പോട്ടെ, ഒന്നുകൂടെ ഞാൻ പറയാം. OP പ്രൈസിൽ മാർക്കറ്റ് എയിലെ ക്വാണ്ടിറ്റി OM, അതേ സെയിം പ്രൈസിൽ മാർക്കറ്റ് ബിയിൽ ON ആണ്. കാരണം അക്ഷരം വ്യത്യാസപ്പെടുമ്പോൾ നമുക്ക് എളുപ്പം കിട്ടും, അല്ലേ പിന്നെ അത് കൺഫ്യൂഷനായിപ്പോൾ. ഇപ്പോൾ മനസ്സിലായല്ലോ. OP എന്ന് പറയുന്ന പ്രൈസിൽ മാർക്കറ്റ് എയിൽ ടോട്ടൽ ഡിമാൻഡ് OM, സെയിം പ്രൈസ് മാർക്കറ്റ് ബി ടോട്ടൽ ഡിമാൻഡ് ON. സപ്പോസ് എ ഫോൾ ഇൻ പ്രൈസ് P1, അപ്പോൾ റൈസ് ഇൻ ക്വാണ്ടിറ്റി ഇൻ മാർക്കറ്റ് എ, ദാറ്റ് ഈസ് M1. കണ്ട, അപ്പോൾ എമ്മിൽ നിന്ന് M1ലേക്ക് മാർക്കറ്റ് എയിലെ ഡിമാൻഡ് ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ P1ലേക്ക് പ്രൈസ് കുറഞ്ഞപ്പോൾ മോർ ക്വാണ്ടിറ്റീസ് ഡിമാൻഡഡ് ഇൻ ദ മാർക്കറ്റ് എ. അതേ സെയിം പ്രൈസിൽ ബിയിലോട്ടൊന്ന് നോക്കി, ഇതാ കണ്ടോ, N1. അപ്പോൾ ബിയിലാണെങ്കിൽ N1 വരെ കിട്ടി. കണ്ട, അറ്റ് ദ സെയിം പ്രൈസ് ഫോൾ ഇൻ പ്രൈസ് P1 ഇൻസ്റ്റെഡ് ഓഫ് OM1 ഇൻ ദ മാർക്കറ്റ് ബി ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് ON. കണ്ട, അപ്പോൾ OM1നേക്കാൾ വളരെ കൂടുതൽ ON1ൽ കിട്ടി. OM1നേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ON1ൽ കിട്ടി. എവിടെ, മാർക്കറ്റ് ബിയിൽ. കണ്ട, അപ്പോൾ ഈ രണ്ട് മാർക്കറ്റിനെ ഒന്ന് കമ്പയർ ചെയ്ത് ഇലാസ്റ്റിസിറ്റി ഈസ് ഗ്രേറ്റർ ഇൻ മാർക്കറ്റ് ബി
ദാൻ എ. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ എയിൽ കിട്ടിയ, അതായത് ഒറിജിനൽ പ്രൈസിലും ചേഞ്ച് ഇൻ പ്രൈസിലും, അതായത് റെസ്പോൺസീവ്നെസ്. അപ്പോൾ അത് എ മാർക്കറ്റിലുള്ളതിനേക്കാൾ കൂടുതൽ റെസ്പോൺസീവ്നെസ് എവിടെ കാണിച്ചു? മാർക്കറ്റ് ബിയിൽ കാണിച്ചു, എയേക്കാൾ കൂടുതൽ. അപ്പോൾ ഈ പടമൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തിരുന്നോണം, വരച്ച് വെക്കാം. വരച്ച് വെച്ചിട്ട് ആ വ്യക്തത ഞാൻ പറഞ്ഞത് ഓർത്തിരുന്നോണം. ആ ടോപ്പി പ്രൈസ്, ടോട്ടൽ ക്വാണ്ടിറ്റി ഇൻ മാർക്കറ്റ് എ ഈസ് OM. In the same price in market B, it is ON. Then a fall in price level as OP1. The total quantity demand increases in the market A, that is OM1. Similarly, the rise in quantity demanded in market B is ON1. That is M1 and N1, that is a change in the market. Two markets a change ആണ്. നമുക്ക് ഇങ്ങനെ പറയാം, N1 is greater than M1. That means price elasticity of demand is greater, or elasticity, price എന്നല്ല, elasticity of demand is greater in market B than A. അപ്പോൾ കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയ ആ മാർക്കറ്റ് സിറ്റുവേഷൻ ബി ആണ്. അതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് മാർക്കറ്റ് എന്ന് പറയുന്നത്, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്, ഗ്രേറ്റർ ദാൻ എ എന്ന് പറയാം. ഈ രീതിയിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റിയെ വരച്ച് കാണിക്കാം. ഞാൻ ഓരോ പടം കഴിഞ്ഞിട്ട് തുടച്ച് കളി, നിങ്ങളതിന് മുമ്പ് വരച്ച് അടയാളപ്പെടുത്തി വെച്ചേക്കണം. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഇതേ പോറ്റത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ജനറലി ദർ ആർ 3 kinds ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റീസ് ഓഫ് ഡിമാൻഡ് 3 തരത്തിലുണ്ട്. നമ്പർ 1 പ്രൈസ് ഇലാസ്റ്റിസിറ്റി, നമ്പർ 2 ഇൻകം ഇലാസ്റ്റിസിറ്റി, ആൻഡ് നമ്പർ 3 ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഈ ചിലർ ആണെങ്കിൽ 5 ഡിഗ്രീസാണ് പറയുന്നത്, തെറ്റാണ്. ഇലാസ്റ്റിസിറ്റി എത്ര കൈൻഡ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ തെറ്റരുത്, പലരും പല രീതിയിൽ വ്യത്യസ്തമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, ഇങ്ങനെ 3 തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റിയാണ്. അതിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്കകത്തിൽ 5 ഡിവിഷൻ ഉണ്ട്. അതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ പലരും, ഞാൻ അന്നേ പല ക്ലാസ്സിൽ പഠിപ്പിച്ചപ്പോഴും പിള്ളേർ ഇങ്ങോട്ട് പ്രദേശ് സ്കൂളിലാണെങ്കിലും മറ്റിടത്താണെങ്കിലും ഒക്കെ തന്നെ പിള്ളേരുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എത്ര തരത്തിലുണ്ടെന്ന് ചോദിക്കുമ്പോൾ 5 ഡിഗ്രി എന്നും പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങും. അതല്ല, ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത് 3 സൈസാണ്: പ്രൈസ്, ഇൻകം, ക്രോസ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ പറ്റി പറയാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റി അതിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. അതായത് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഈസ് ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് എന്ന് പറയാം. അത് തന്നെയാണ് ഇതും. ഇൻകം, അവിടെ പ്രൈസ് മാറ്റി ഇൻകം ഉപയോഗിച്ച് വെച്ചാൽ മതി. ഇൻകം ഉപയോഗിക്കുമ്പോൾ എന്താ? റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ആസ് എ റിസൾട്ട് ഓഫ് ചേഞ്ച് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ എന്ന് പറയാം. കൺസ്യൂമറിൻ്റെ ഇൻകം ചേഞ്ച് ചെയ്തപ്പോൾ ഇലാസ്റ്റിസിറ്റി മാറി. എന്നാൽ മറ്റേ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആ ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഞാൻ ചുമ്മാ വേണമെങ്കിൽ ഇപ്പോൾ എന്ന് പറഞ്ഞേക്കാം, പിന്നെ വിശദമായിട്ട് പറയാം. കാരണം ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ദ ചേഞ്ച് ഇൻ ഓർ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് വൺ കമോഡിറ്റി ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എ ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്, ബട്ട് ബിക്കോസ് ഓഫ് ദ ചേഞ്ച് ഇൻ പ്രൈസ് ഓഫ് റിലേറ്റീവ് കമോഡിറ്റി. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഒരു കമോഡിറ്റിയുടെ പ്രൈസ് അത് മാറുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടാകുന്ന റെസ്പോൺസീവ്നെസ് ആണ് ഇലാസ്റ്റിസിറ്റി. എന്നാൽ ക്രോസിൽ വരുമ്പോൾ നമ്മളിപ്പോൾ ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡിൽ ചേഞ്ച് ഉണ്ടായത് അതിലെ പ്രൈസ് കൊണ്ടല്ല, വേറെ റിലേറ്റീവ് കമോഡിറ്റികളുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ടും അതുപോലെ കോംപ്ലിമെൻ്ററി, അതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് ഈ ഡിമാൻഡ് ഇഞ്ചിന് ചേഞ്ച് ചെയ്ത്. അങ്ങനെ പ്രൈസിലല്ല, മറ്റൊരു കമോഡിറ്റിയുടെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഇലാസ്റ്റിസിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ക്രോസ് എന്ന് പറയും. ക്രോസ് അതിപ്പോൾ കൺഫ്യൂഷൻ ആക്കണ്ട, അത് അവിടെ കിടക്കട്ടെ, പിന്നെ ഞാൻ പറയാം. ഇപ്പം നമ്മൾ പറയുന്ന പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ദ റെസ്പോൺസീവ്നെസ് ഓർ സെൻസിറ്റീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്, അല്ലെങ്കിൽ ഡിഗ്രി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഈസ് ആസ് എ റിസൾട്ട് ഓഫ് എ ഡിഗ്രി ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് വേണമെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ED പ്രൊപ്പോർഷനേറ്റ്, ഞാൻ എല്ലാ അക്ഷരവും ഒന്നും എഴുതില്ല, പറയുമ്പോൾ വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അക്ഷരങ്ങളെല്ലാം ഒന്നും എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ 2 കോമ ഇട്ട് വെച്ചാൽ മതിയല്ലോ, ചേഞ്ച് ഇൻ പ്രൈസ്, ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ മതി. കണ്ടോ? അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി വേണമെങ്കിൽ PED എന്ന് എഴുതിക്കൂ. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എല്ലാം നമ്മൾ ചെയ്യുന്നില്ലയോ. PED നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷനിലൂടെ ഇങ്ങനെ പറയാം:
പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി ഡിവൈഡഡ് ബൈ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്, ഇപ്പോൾ മാർക്കറ്റിൽ പ്രൈസ് എന്താണ്, അതിനെ നമ്മൾ പി എന്ന് വിളിക്കും. ഇപ്പോൾ മാർക്കറ്റിൽ ക്വാണ്ടിറ്റി, ആ പ്രൈസിന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി എന്താണ്, അതിനെ നമ്മൾ ക്യൂ എന്ന് വിളിക്കും. അതുപോലെ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ ഡെൽറ്റ പി എന്ന് വിളിക്കും, ഡെൽറ്റ പി. അപ്പോൾ പ്രൈസിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഡെൽറ്റ പി എന്ന് പറയും. അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ അവനെ ഡെൽറ്റ ക്യൂ എന്ന് പറയും. കണ്ടല്ലോ? അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ പ്രൈസ് പി, ഒറിജിനൽ ക്വാണ്ടിറ്റി ക്യൂ. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡെൽറ്റ ക്യൂ, ചേഞ്ച് ഇൻ പ്രൈസ് ഡെൽറ്റ പി. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി? ഒറിജിനൽ പ്രൈസ്, അതായത് പി ബൈ ക്യൂ ഇൻറ്റു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. തിരിച്ച് വേണമെങ്കിലും പറയാം, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. എന്തൊക്കെയാണത്? പി എന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോണം, ഒറിജിനൽ പ്രൈസ് ഇൻ ദ മാർക്കറ്റ്. ക്യൂ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ക്വാണ്ടിറ്റി. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്കിത് നമുക്ക് കണക്കൊക്കെ ചെയ്യാനുണ്ട്, ഇതിനകത്തിൽ ആവശ്യക്കാർക്ക് ഞാൻ തരാം. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ കണ്ടല്ലോ. ഇനിയും നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഇനിയും നമ്മൾ ഓർക്കേണ്ടത്, ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റിംഗ് ഓർ അഫക്ട്സ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. അത് ചുമ്മാ ഒന്ന് ഓർത്തിരുന്ന് വെച്ചാൽ മതി. ദാറ്റ് ഈസ് അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട് അവൈലബിലിറ്റി ആയിരിക്കണം. അവൈലബിലിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട്സിനെ ആശ്രയിച്ചിരിക്കും. അതിൽ പ്രൊപ്പോർഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. നമുക്കിപ്പോൾ ലിമിറ്റഡ് ഇൻകമേ ഉള്ളൂ, അപ്പോൾ അത് ഓരോ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം അത് സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് അല്ലെ പ്രൊപ്പോർഷൻ, ഓരോ ഇൻകത്തിൻ്റെ പ്രൊപ്പോർഷൻ സ്പെൻഡിങ് ആണ് പ്രൊപ്പോർഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ നേച്ചർ ഓഫ് ദ കമോഡിറ്റി, നേച്ചർ ഓഫ് ദ കമോഡിറ്റി, നമ്മൾ വാങ്ങിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന കമോഡിറ്റിയുടെ നേച്ചർ, അതിൻ്റെ ക്യാരക്ടർ നമ്മൾ നോക്കിയാൽ പർച്ചേസ് ചെയ്യുക, അത് ഇതിനെ ബാധിക്കും. പിന്നെ ഡിഫറൻറ്റ് യൂസ് ഓഫ് കമോഡിറ്റി, വൺ കമോഡിറ്റി, അതായത് മൾട്ടിപ്പിൾ യൂസ് ഓഫ് എ സിംഗിൾ കമോഡിറ്റി. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, അതല്ലെങ്കിൽ അലൂമിനിയം, പ്ലാസ്റ്റിക്, ഇതൊക്കെ മൾട്ടിപ്പിൾ യൂസ് ഉള്ള സാധനമാണ്. അത് ഇലാസ്റ്റിസിറ്റി എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ടൈം പീരീഡ് ഈസ് ഓൾസോ എസ്. മുമ്പേ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ടൈം പീരീഡ്, വേരിയേഷൻ പ്രൈസ് റിലേറ്റഡ് ടു ടൈമാണ്, അതിവിടെ വേണം. അതുപോലെ ചേഞ്ച് ഇൻ ഇൻകം, അതും നമുക്കറിയാമല്ലോ. ചേഞ്ച് ഇൻ ഇൻകം ഓൾസോ ലീഡ്സ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതുപോലെ ചേഞ്ച് ഇൻ ഹാബിറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു ടേസ്റ്റ്, ഫാഷനൊക്കെ വേണേ വരാം. ഹാബിറ്റ് ചേഞ്ച് അത് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈസ് ലെവൽ, പ്രൈസ് വേരിയേഷൻ എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാകാം. ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ഫാക്ടേഴ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇനി ഇത് രണ്ടും വേണ്ട, ഇപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റുകയാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഓർ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആസ് ഓഫ് 5 ഡിഗ്രീസ്. 5 ഡിഗ്രിയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്കുള്ളത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് 5 ഡിഗ്രി ഉണ്ട്. അതായത് 1 പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, നമ്പർ 3 മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, നമ്പർ 4 ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. എല്ലാം ചുരുക്കെടുത്താന്നേ. നമ്പർ 5 യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. കണ്ട, ഇതിന് 5 ഡിഗ്രീസ് ഉണ്ട്. ദർ ആർ 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. എന്തൊക്കെയാണ്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലെങ്കിൽ അതിനെ വെറും ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്, അല്ലെങ്കിൽ അതിനെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. പിന്നെ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇങ്ങനെ 5 എണ്ണമാണുള്ളത്, 5 ഡിഗ്രീസാണ്. അതിനെ ഓരോന്നിനെയും പറ്റി ഞാൻ പറയാം. ഓരോന്നിനെയും പറ്റിയും ഈ 5 ഇലാസ്റ്റിസിറ്റിയെ പറയും. ആദ്യം നമ്മൾ പറയുന്നത് ഒന്നാമത്തത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഈസ് സെറ്റ് ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വെൻ എ സ്മോൾ ചേഞ്ച്, എ മൈനർ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ, ദാറ്റ് മീൻസ് എ സ്മോൾ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ പ്രൈസ് ലെവൽ ലീഡ്സ് ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഓഫ് എ കമോഡിറ്റി. അതായത് ഇവിടെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചേഞ്ച് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, അത് ഒരു ഇൻഫിനിറ്റ് അറിയാമല്ലോ അടയാളം,
ദണ്ട് ഇങ്ങനെ ഇട്ടേച്ചാൽ മതി. ഇതാ ഇൻഫിനിറ്റിയുടെ അടയാളം. അപ്പോൾ അനന്തമായിട്ട് പ്രൈസിലൊരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ റൈസ് ഓർ ഫോൾ, അതൊരു ചെറിയ ചേഞ്ച് ഉണ്ടായാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് അനന്തമായിട്ട് പോവുക. പക്ഷേ ആ ഒരു കൺസെപ്റ്റ് ഇന്നത്തെ കാലത്ത് എവിടെയെങ്കിലും ഉണ്ടോ? കാരണം ചെറിയൊരു ചേഞ്ച്, ഇപ്പോൾ 5 രൂപ കൂടി അല്ലെ 5 രൂപ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിൻഡൽ കണക്കിന് സാധനം വാങ്ങിച്ചെടുത്തും വരാനൊക്കത്തില്ല. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. പക്ഷേ നമ്മൾ ഓർത്തിരിക്കണം, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്താണ്? ഡിമാൻഡ് ഈസ് സെഡ് ടു ബി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് വെൻ എ മൈനർ ചേഞ്ച് ഓർ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ലീഡ്സ് ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അതൊന്ന് വരച്ച് കാണിക്കുക, അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആകും കുറേ കൂടെ. ഇതാ നമ്മൾ OX വരച്ചു, OY വരച്ചു, അവിടെ പ്രൈസ് കൊടുത്തു, ഇവിടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൊടുത്തു. ഇനി സപ്പോസ് പ്രൈസ് ദാണ്ട് P എന്ന് പറയുക, P. അവിടെ നമ്മൾ ദാണ്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുക, PD എന്ന് പറയുന്ന ഡിമാൻഡ് കർവ്. കണ്ടോ, ഈ ഡിമാൻഡ് കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫിനിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നോ ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലൊരു മൈനർ ചേഞ്ച്, വേണേ നോ ചേഞ്ച് എന്നൊക്കെ പറയാം. അപ്പോൾ പ്രൈസ് കണ്ട് ഇത്രയേ ഉള്ളൂ, പക്ഷേ ആ പ്രൈസിൽ എവിടെ വരെ പോകും? ക്വാണ്ടിറ്റി അങ്ങോട്ടങ്ങ് പോകും, മെഷർ ചെയ്യാനേ പറ്റത്തില്ല, ഇമ്മെഷറബിൾ ആണ്. അതാണ് നമ്മൾ പറഞ്ഞ ഇൻഫിനിറ്റി. അപ്പോൾ ഒന്നാമത്തെ പടത്തിൻ്റെ ആൻസർ എന്താണ്? ഇൻഫിനിറ്റിയാണ്, നമുക്ക് മെഷർ ചെയ്യാൻ ഒക്കാത്ത പോലെ. എന്ന് പറഞ്ഞാൽ ഇവിടെ PD, ദാറ്റ് ഈസ് ദ ഡിമാൻഡ് കർവ്, ഈസ് പാരലൽ ടു OX ആക്സിസ്. ദാറ്റ് മീൻസ് ദ ഷേപ്പ് ഓഫ് ദ ഡിമാൻഡ് ഈസ് ഹൊറിസോണ്ടൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹൊറിസോണ്ടൽ ഷേപ്പാണ് ഇതിൻ്റേത്. ഹൊറിസോണ്ടൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ പാരലൽ ടു OX ആക്സിസ്, തിരശ്ചീനം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഷേപ്പാണ്. അപ്പോൾ OXന് പാരലായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ ഷേപ്പ് ഓർത്തിരുന്നോണം, ആ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് PD. അപ്പോൾ അതിൻ്റെ പ്രത്യേകത കണ്ടല്ലോ, എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ലീഡ്സ് ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഇനിയും നമുക്ക് രണ്ടാമത്തെ നോക്കാം, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡാണ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, അതിൻ്റെ ആൻസർ എപ്പോഴും 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഡിമാൻഡ് ചേഞ്ചസ് or demand is said to be perfectly inelastic because a small change in price level will not affect the quantity demanded of a commodity. പ്രൈസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായി, either റൈസ് ഓർ ഫോൾ ഇൻ പ്രൈസ്, എന്തും ആയിക്കോട്ടെ. അപ്പോൾ റൈസ് ഓർ ഫോൾ ഉണ്ടായി, പക്ഷേ ക്വാണ്ടിറ്റി ഡിമാൻഡ് സെയിം ആണ്, നോ ചേഞ്ച്. അതാ 0 എന്ന് പറഞ്ഞ്, നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. അപ്പോൾ ചേഞ്ച് ഇൻ എ മൈനർ ചേഞ്ച് ക്യാൻ ബി സീൻ ഇൻ ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി, ബട്ട് ക്വാണ്ടിറ്റി ഡിമാൻഡ് റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് അൺചേഞ്ച് ആയിട്ട് നിൽക്കുക, യാതൊരു മാറ്റവുമില്ല. ദാറ്റ് മീൻസ് 0 ചേഞ്ച് മീൻസ് എ റൈസ് ഓർ ഫോൾ ഇൻ പ്രൈസ് ഡസ് നോട്ട് അഫക്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമോഡിറ്റി. ഇതാ നോക്കൂ, OX OY നമ്മൾ ഇവിടെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് നോക്കിക്കോണം. ഇതാ കണ്ടോ, DD എന്ന് വേണേൽ വിളിച്ചു. ഡിമാൻഡ് കർവ് എങ്ങനെ ആയിരിക്കുന്നത്? നേരെ മേലോട്ട് ലംബമായിട്ട് വെർട്ടിക്കൽ ഷേപ്പ് എന്ന് പറയും, വെർട്ടിക്കൽ ഷേപ്പ്. ഹിയർ DD ഈസ് പാരലൽ ടു OY. കണ്ടോ, OY. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ്, ആ ഡിമാൻഡിൻ്റെ ഷേപ്പ് എന്താണ്? വെർട്ടിക്കൽ ഷേപ്പാണ്, വെർട്ടിക്കൽ ഷേപ്പ്. സ്പെല്ലിംഗ് ഒക്കെ കുറച്ചൊക്കെ മതി, ഊഹിച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എപ്പോഴും ഇതിൻ്റെ ആൻസർ എന്താണ്? 0 ആണ്, ഓർത്തിരുന്നോണം. 0 എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇവിടെ നോക്ക്. ഇപ്പോൾ സപ്പോസ് പ്രൈസ് ഇത്രയുമായിരുന്നു, അപ്പോൾ ഓടി ക്വാണ്ടിറ്റി കിട്ടി. പ്രൈസ് കൂടി, അപ്പോഴും ഓടി തന്നെ. പ്രൈസ് കുറഞ്ഞു, അപ്പോഴും ഓടി തന്നെ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ദാറ്റ് ഡസ് നോട്ട് അഫക്റ്റ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ പ്രൈസിൽ ചേഞ്ച് ഉണ്ടായി, പക്ഷേ അത് ക്വാണ്ടിറ്റിയെ ബാധിച്ചില്ല. ദാറ്റ് ഈസ് 0 ചേഞ്ച്. അതാണ് നമ്മൾ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഇനി അടുത്ത മൂന്നാമത്തെ എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡാണ്. മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. നമ്പർ 3, മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. Demand is said to be more elastic or elastic demand when a small change in price level leads a greater proportionate change in quantity demanded. അതായത് പ്രൈസിലുണ്ടായതിനേക്കാൾ കുറേ കൂടെ വലിയൊരു ഗ്രേറ്റർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിലുണ്ടായി. പ്രൈസിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്? ഡിമാൻഡ് ഈസ് സെഡ് ടു ബി മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ലീഡ്സ് എ ഗ്രേറ്റർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ എ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഗ്രേറ്റർ പ്രൊപ്പോർഷനേറ്റ് ആണ്, ദാറ്റ് മീൻസ് ഗ്രേറ്റർ ദാൻ 1. ഇതാണ് ഇവിടുത്തെ ആൻസർ, ഓർത്തോണം. അതായത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ്
ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1, പ്രൈസിലെ ചേഞ്ചിനേക്കാൾ വലിയൊരു ചേഞ്ച് ക്വാണ്ടിറ്റി. ഇതാ നോക്കിയോളൂ അതെങ്ങനെയാണെന്നും. ദാ അപ്പോൾ എക്സും വൈയും വരച്ചു. ഇവിടുത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇതാ നോക്കിക്കോണം, ഡിമാൻഡ് കർവ് നല്ല സ്ലോപ്പായിട്ട് വരച്ചോണം. ഇതാ ഇതേ രീതിയിൽ സ്ലോപ്പായിട്ട് വരച്ചോണം ഡി. അപ്പോൾ ഇവിടെ പ്രൈസ് സപ്പോസ് ദാണ്ട് പി ആണ്. ആ സമയത്ത് നമുക്ക് കിട്ടിയ ക്വാണ്ടിറ്റി എം ആണ്. ദാണ്ട് പ്രൈസ് കുറഞ്ഞു, കണ്ടോ, ക്വാണ്ടിറ്റി കൂടി. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കിയേ. ദാ ഒറിജിനൽ പി പ്രൈസ്, ആ സമയത്ത് ഒറിജിനൽ ക്വാണ്ടിറ്റി ഒ എം ആണ്. എന്നാൽ പ്രൈസ് കുറഞ്ഞ് സ്മോൾ fall in price level, that is from P to P1. This fall in price level leads more or greater proportionate change in quantity demand. നിങ്ങളിവിടെ നോക്കണം, പിയിൽ നിന്ന് പിയിലേക്കുള്ള അകലം, P1ലേക്കുള്ള അകലം നോക്കിയത് ഇത്രയേ ഉള്ളൂ. ഇതാ പിയിൽ നിന്ന് P1ലേക്കുള്ള ആ ചേഞ്ച് ഇത്രയേ ഉള്ളൂ. നേരെ മറിച്ച് എമ്മിൽ നിന്ന് M1ലേക്കുള്ള ചേഞ്ച് കണ്ടോ, ഗ്രേറ്ററാണ്. ഇതാ ഈ ആരോയേക്കാൾ വലിയൊരു ആരോയാണ്. ഈ സ്പേസ് കണ്ടില്ലേ, ഇത് പിയും P1ഉം തമ്മിലുള്ള സ്പേസ് ഇത്രയേ ഉള്ളൂ, കുറച്ചേ ഉള്ളൂ പ്രൈസിൽ. നേരെ മറിച്ച് ക്വാണ്ടിറ്റി ഗ്രേറ്റർ ചേഞ്ച് ആണ്. അപ്പോൾ ഇങ്ങനെ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. അതായത് പ്രൈസ് ചേഞ്ചിനേക്കാൾ വലിയൊരു ചേഞ്ച് ക്വാണ്ടിറ്റിയുടെ, ഗ്രേറ്റർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ ആണല്ലോ. അപ്പുറത്തൊരു വീട് പണി, അതിന് കല്ലറക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അത് ഇതിൻ്റെ കൂടെ കിടക്കട്ടെ, ഒരു രസമല്ലേ. ലോട്ടറി കച്ചവടക്കാർ പറയുന്ന പോലെ നാളെയാണെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ എന്നൊക്കെ പറയുന്ന പാട്ട് പാടുന്നില്ലേ എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ കൂടെ കിടന്നോട്ട് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ അടുത്തത് നമ്മൾ പറയുന്നത് നാലാമത്തെ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലെങ്കിൽ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ എന്തായിരിക്കും? ഡിമാൻഡ് ഈസ് സെഡ് ടു ബി ലെസ് ഇലാസ്റ്റിക്. ഡിമാൻഡ് ഈസ് സെഡ് ടു ബി ലെസ് ഇലാസ്റ്റിക് വെൻ എ ചേഞ്ച് ഇൻ പ്രൈസ് gives rise to a smaller proportionate change in quantity demanded. പ്രൈസിലൊരു ചേഞ്ച് ഉണ്ടായി, ക്വാണ്ടിറ്റിയിലും ചേഞ്ച് ഉണ്ടായി. പക്ഷേ പ്രൈസിലുണ്ടായതിനേക്കാൾ വളരെ സ്മോളർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടായുള്ളൂ. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുപോയി. ഈ മോർ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ആ ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ്, അതായത് ആ ഡിമാൻഡ് കർവ് നമ്മൾ വരച്ച ഓർമ്മയുണ്ടല്ലോ, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺവേർഡ് സ്ലോപ്പ് ഡിമാൻഡ് കർവാണ്. അപ്പോൾ ഡൗൺവേർഡ് സ്ലോപ്പ് അതൊന്ന് ഓർത്തേക്കണം. ഡൗൺവേർഡ് സ്ലോപ്പ് ആ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പോയി. അപ്പോൾ മോർ ഇലാസ്റ്റിക് ഡിമാൻഡിൻ്റെ അകത്തിൽ ഗ്രേറ്റർ ദാൻ 1ൻ്റെ അകത്തിൽ ഡിമാൻഡിൻ്റെ ഷേപ്പ് ഡൗൺവേർഡ് സ്ലോപ്പ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. അതാണ് ഒറിജിനൽ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ്. വേറെ ഒരുപാട് സൈസ് ഉണ്ട്, ഇപ്പം ഞാൻ 2-3 പറഞ്ഞു. ഇനി അപ്പോൾ ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ് ഈസ് സെഡ് ടു ബി ലെസ് ഇലാസ്റ്റിക് വെൻ എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് എ സ്മോളർ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 എന്ന് പറയും. ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ ഒന്നിനേക്കാൾ കുറവ് എന്ന് പറഞ്ഞാൽ പ്രൈസിലുണ്ടായ ചേഞ്ചിനേക്കാൾ ക്വാണ്ടിറ്റി ചേഞ്ച് കുറഞ്ഞു. അപ്പോൾ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ കർവ്, ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പാണ്, പക്ഷേ സ്റ്റീപ്പാണ്, ഒരു കുത്തനെ ഇഞ്ച് വരികയാണ്. ഷേപ്പെല്ലാം ഓർത്തിരുത്തണം. ഇപ്പം സപ്പോസ് നമുക്ക് പ്രൈസ് OP ആണ്, പ്രൈസ് ക്വാണ്ടിറ്റി OM ആണ്. ഇനിയും പ്രൈസ് നോക്കിയതുകൊണ്ട് 1 തോതി കുറഞ്ഞു, P1 ആയിട്ട് കുറഞ്ഞു. ക്വാണ്ടിറ്റി കൂടിയോ എന്ന് ചോദിച്ചാൽ കൂടി, പക്ഷേ ഇച്ചിരിയേ ഉള്ളൂ. നോക്ക്, പിയിൽ നിന്ന് P1ലേക്കുള്ള ഫോൾ ഇൻ പ്രൈസ് ഇതാണ്ട് വലിയ അകലമാണ്. നേരെ മറിച്ച് എമ്മിൽ നിന്ന് എമ്മിലേക്കുള്ള ആ ചേഞ്ച് നോക്കിയാൽ ഇച്ചിരിയല്ല ഉള്ളൂ. അപ്പോൾ പ്രൈസിലുള്ളതിനേക്കാൾ ചെറിയൊരു ചേഞ്ച് ക്വാണ്ടിറ്റിയിലുണ്ടായുള്ളൂ. അപ്പോൾ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താണ്? സ്റ്റീപ്പാണ്. ഓർത്തിരുന്നോണം, ഡൗൺവേർഡ് സ്ലോപ്പാണ്, പക്ഷേ സ്റ്റീപ്പാണ്. അതുകൂടെ ഓർത്തിരുന്നോണം. ഇനി അടുത്ത അഞ്ചാമത്തെ യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡാണ്. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അവിടെ നമ്മൾ പറയുന്നത് ഈ ചേഞ്ച് ഇൻ പ്രൈസ് ആൻഡ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ആർ ഈക്വൽ, രണ്ടും ഈക്വൽ ആകുന്ന ഒരു ചേഞ്ചാണത്. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ആൻഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി ഈസ് യൂണിറ്റ് ഇലാസ്റ്റിക്, ദാറ്റ് ഈസ് എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലെവൽ ഗിവ്സ് ആൻ ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. അപ്പോൾ ഈക്വൽ ടു 1 എന്ന് പറയാം.
അതിൻ്റെ ആൻസർ ഈക്വൽ ടു 1. അതിനെയാണല്ലോ നമ്മൾ യൂണിറ്റി എന്ന് വിളിക്കുന്നത്. ഈക്വൽ ടു 1 എന്ന് പറയും. അപ്പോൾ ചേഞ്ച് ഇൻ പ്രൈസ് എത്ര ഉണ്ടോ അതിനാനുപാതികമായിട്ട് അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് ഈക്വലായിട്ടുള്ള ഒരു ചേഞ്ച് ക്വാണ്ടിറ്റിയിലുണ്ടായി. അപ്പോൾ നമ്മൾ അതിനെ വിളിച്ചു യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇതാ നോക്കൂ, അതൊന്ന് വരച്ച് കാണിക്കുക. അത് വരയ്ക്കുമ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചോണം. അതായത് ഡൗൺവേർഡ് സ്ലോപ്പാണ് ഡിമാൻഡ് കർവ്. അവിടുത്തെ പ്രൈസ് ചേഞ്ചും ക്വാണ്ടിറ്റി ചേഞ്ചും ഒരുപോലെ ആയിരിക്കണം. ഇതാണ്ട് പി ഉണ്ടോ, എം കണ്ടോ? ഇവിടെ ഇപ്പോൾ ഒരു ഇത്ര ഏരിയ നമ്മൾ പ്രൈസ് ചേഞ്ചിനെടുത്തെന്ന് വെച്ചു, അതേ ഏരിയ തന്നെ ക്വാണ്ടിറ്റി. ഏകദേശം ഇവിടുന്ന്, അതായത് പിയിൽ നിന്ന് P1 താഴ്ചയും എമ്മിൽ നിന്ന് M1 ഇൻക്രീസും ഏകദേശം ഒരുപോലെ ആയിരിക്കണം. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും ഒരുപോലാണ് എന്ന് പറഞ്ഞാൽ പിയിൽ നിന്ന് P1 സ്ലോപ്പ് അല്ലെങ്കിൽ ഫോൾ ഇൻ പ്രൈസ്, ദാറ്റ് ഈസ് എമ്മിൽ നിന്ന് M1 റൈസ് ഇൻ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഫോൾ ഇൻ പ്രൈസ് ഈസ് ഈക്വൽ ടു റൈസ് ഇൻ ക്വാണ്ടിറ്റി. അപ്പോൾ രണ്ടും സെയിം ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയാം. അവിടെ ആൻസർ എത്രയാണ്? 1 ആണ്. ഷേപ്പ് ഇത് തന്നെ, അതായത് ഡൗൺവേർഡ് സ്ലോപ്പാണ്. ഇങ്ങനെ 5 തരത്തിലുള്ള പ്രൈസ് ഇലാസ്റ്റിസിറ്റിയാണ്. ഒന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ചേഞ്ച് ഇൻ പ്രൈസ്, ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റിയാണ്. അത് ഇൻഫിനിറ്റിയാണ് അതിൻ്റെ ആൻസർ. ഹൊറിസോണ്ടൽ ഷേപ്പാണ് ഡിമാൻഡിൽ. 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, പ്രൈസ് ചേഞ്ച് ചെയ്തു പക്ഷേ നോ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ആൻസർ 0 ആണ്. ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് വെർട്ടിക്കലാണ്, പാരലൽ ടു OY ആക്സിസ്. അതുപോലെ മൂന്നാമത് മോർ ഇലാസ്റ്റിക് ഡിമാൻഡ്. അതിൻ്റെ ആൻസർ ഗ്രേറ്റർ ദാൻ 1 ആണ്. ചേഞ്ച് ഇൻ പ്രൈസിനേക്കാൾ ഗ്രേറ്റർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ വന്നു. അപ്പോൾ നമ്മൾ അവൻ്റെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പിനെ നമ്മൾ കണ്ടു, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ്. ഇനി നാലാമത് നമ്മൾ പറഞ്ഞു ലെസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. അത് ലെസ് ദാൻ 1 ആണ്. അതായത് പ്രൈസ് ചേഞ്ചിനേക്കാൾ ലോ അല്ലെങ്കിൽ ഒരു സ്മോളർ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ആ ക്വാണ്ടിറ്റിയിലുണ്ടായത്. അതുകൊണ്ട് അവിടുത്തെ ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പാണ്, പക്ഷേ ഒരു സ്റ്റീപ്പ് ഷേപ്പാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഈക്വൽ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് ആൻഡ് ഓൾസോ പ്രൈസ്. രണ്ടും ഈക്വൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഡിമാൻഡ് കർവ് ഡൗൺവേർഡ് ആണ്. ഇങ്ങനെ 5 ഡിഗ്രി പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്കകത്തിലുണ്ട്. ഇനി ഇത് മെഷർ ചെയ്യുന്ന രീതിയുണ്ട്. ഇതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? അതുപോലെ തന്നെ ഈ 5 ഇലാസ്റ്റിസിറ്റീസ് വേണമെങ്കിൽ അത് മെഷർമെൻറ്റിൽ പറയാം. അത് മെഷർ ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി, അതൊക്കെ അടുത്ത ക്ലാസ് ഞാൻ പറയാം. മനസ്സിലായല്ലോ? ഓക്കെ.